ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ 107-ാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല എന്നാണല്ലോ പൗലോസ് ശ്ലീഹ പറയുന്നത്. അതായത് പൗലോസ് ശ്ലീഹയ്ക്ക് ആ കാലങ്ങളും സമയങ്ങളും അറിയാം എന്നതാണോ അതിന്റെ അർത്ഥം? പൗലോസ് ശ്ലീഹായ്ക്ക് കാലങ്ങളും സമയങ്ങളും അറിയാം എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അത് നല്ല ചോദ്യമാണ്. ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഈ പൗലോസ് ശ്ലീഹ കർത്താവ് മടങ്ങി വരുമെന്ന് എഴുതി. നിങ്ങൾ അതുകൊണ്ട് വളരെ വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവനായിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് എഴുതി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ തെസ്സലോനിക്കയിലെ കുറെ ആളുകൾ അങ്ങ് എക്സൈറ്റഡ് ആയി. കഷ്ടം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ കർത്താവ് നാളെ വരികയാണെങ്കിൽ നമുക്ക് പോവില്ലയോ? അപ്പൊ ഇവിടെ കിടന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. വസ്തുക്കളുടെ ഒരുപാട് പേര് പ്രോപ്പർട്ടി ഒക്കെ വിറ്റു. എന്തിനായിരിക്കും നടക്കുന്നത്? കടയൊക്കെ അടച്ച് കച്ചവടം നിർത്തി, ജോലിക്കൊന്നും പോകാതായി. ഇവിടെ കുറച്ച് ഭക്ഷണത്തിനുള്ള സംഗതി ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് വരും. അപ്പൊ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഒരു പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞ് അവരെ പോയി കടയെല്ലാം തുറന്ന് പണിയെല്ലാം ചെയ്യാൻ പറഞ്ഞു. അപ്പം രണ്ട് ടൈം സെൻസിലാണ്. ഒന്ന് പറഞ്ഞു, ഈ കർത്താവിൻ്റെ മടങ്ങി വരിക എന്ന പ്രവചന നിവർത്തീകരണം, അല്ലെങ്കിൽ ഈ കർത്താവ് വന്ന് മനുഷ്യരാശിയെ ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള പ്രവചന നിവർത്തീകരണം, അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമിൽ നടക്കേണ്ടതല്ലെന്ന് അന്നത്തെ പ്രവാചകന്മാർക്ക് അറിയാമായിരുന്നു. ക്രിസ്തുവിൽ കൂടെ രക്ഷ ഈ 1-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കേണ്ടത്. അത് അവർക്കറിയാമായിരുന്നു. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ കൂടെ നടക്കുന്ന ആളുകളോട് വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, ഈ ആകാശത്തിന്റെ ഭാവം മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, മഴ പെയ്യുമോ മഴ പെയ്യത്തില്ലോ എന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ why are you not able to discern the season in which you are living? നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് എന്താ അറിയാൻ വയ്യാത്തത്? അപ്പം ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ആളെ വിളിക്കുമ്പോൾ അവർക്ക് മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം കൊടുക്കും. മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം. ഈ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡത്തിനെ പറ്റി ഒരുപാട് പേർക്കും അറിയത്തില്ല. ഇന്ന് അങ്ങനൊരു കാര്യമുണ്ടെന്നേ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യൻ സെലീറ്റിന്റെ കീഴിൽ വിസ്ഡം ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അവനറിയാം, നമ്മുടെ സെപ്റ്റംബർ 2 വിസ്ഡം ക്യാമ്പാണ് കേരളത്തിൽ നടക്കുന്നത്. അടുത്ത മാസം വിസ്ഡം ക്യാമ്പ് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ കർത്താവിൻ്റെ ഭാഗത്ത് വരികയും ഈ ദിവ്യജ്ഞാനം പ്രാപിക്കുകയും ചെയ്യാതിരുന്നാൽ ഒരു മാരിഡ് ലൈഫ് എങ്ങനെ ആയിരിക്കണം, എന്തിനാ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് എന്നറിയാൻ പറ്റൊരു പെണ്ണിനെ ഒരുത്തും കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പോലെ ഇവളുടെ വീട്ടിൽ തൂത്തുവാരും തേച്ച് വെറുക്കും, തുണി അരക്കും, ഭക്ഷണം വെക്കും, തട തുളയ്ക്കും, കന്നാലി തീറ്റും, പറമ്പിൽ പോയി ഈ പണിയൊക്കെ ചെയ്യും. ഇതിനപ്പുറം ഒരു ലൈഫ് അവൾ കണ്ടിട്ടില്ല. അവൾ വിചാരിക്കുന്നത് ഇതേ കാര്യത്തിന് റിപ്പീറ്റേഷൻ വേണ്ടിയാണ്
കല്യാണം കഴിച്ച് പോകുന്നതുമാണ്. അല്ലാതെ ഒരു 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 ഭർത്താവിനൂടെ കഴിയുമ്പോൾ സംഭവിക്കുന്ന ഡേഞ്ചേഴ്സ് നമുക്കറിയത്തില്ല. ഇവിടെ കല്യാണം കഴിച്ചു വന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ജോലിക്കാരി മതിയല്ലോ, അതെ അതെ അല്ലേ? ഗുണമില്ല. അതെ അപ്പോൾ നമ്മൾ ദൈവമക്കളായി കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കും ദൈവത്തിൻ്റെ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം നമ്മൾ പ്രാപിക്കണമെന്ന്. ആ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡത്തിനെയാണ് സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത്. അതിൽ ഒരു പാർട്ടാണ് കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കുക എന്നുള്ളത്. ഇപ്പം ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ദൈവം ഗിഫ്റ്റ് കൊടുക്കും. ഉദാഹരണം, ദാവീദ് രാജാവാകാൻ പോവാം. ദാവീദിന് രാജാവാകാൻ പോകുമ്പം ഈ മൾട്ടി ഫെസൈറ്റഡ് വിസ്ഡമുള്ള ആളുകളെ ദൈവം ദാവീദിന് കൊടുത്തു. അതിലൊരു കൂട്ടർ പേര് കാലജ്ഞന്മാരെന്നായിരുന്നു. കാലത്തെ ഗണിക്കാൻ കഴിയുന്നവര്. ഏതൊക്കെ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും, വരുവാനുള്ള കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മള് ദാവീദിന്റെ ആ സീയേഴ്സിനെ പറ്റി, ഗാദ് ദ സീയർ എന്നൊരാളിനെ പറ്റി നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഗാദ് ദ സീയർ കർത്താവിന്റെ രഹസ്യവരവിനെ പറ്റി പോലും മുൻകൂട്ടി കണ്ടു. അപ്പം ഏതൊരു ദൈവഭക്തനെയും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ അയാൾക്ക് ഈ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡം കൊടുക്കും. ഈ മൾട്ടിഫെസൈറ്റഡ് വിസ്ഡത്തിൽ ഒന്നാണ് കാലഘട്ടത്തെ ഡിസേൺ ചെയ്യുക എന്നുള്ളത്. കാലഘട്ടത്തിൽ ഡിസേൺ ചെയ്യണം. അപ്പോൾ കാലങ്ങളും സമയങ്ങളും ഓരോ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രകൃതിയുടെ ചേഞ്ച് നോക്കിയിട്ട്, പൊളിറ്റിക്കൽ സോഷ്യൽ സിറ്റുവേഷൻസ് നോക്കിയിട്ട്, വേദപുസ്തകം വായിച്ചിട്ട് ഇതൊക്കെ എപ്പോഴെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം. കാരണം ഈ നമ്മുടെ ടൈമും ദൈവത്തിൻ്റെ ടൈം എന്ന് രണ്ട് ടൈംസ് ഉണ്ട്. നമ്മുടെ ടൈം, രണ്ട് ദൈവത്തിൻ്റെ ടൈം. ഇവൻ നമ്മുടെ ടൈമിലും ദൈവത്തിൻ്റെ ടൈമിലുമായിട്ട് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ടൈമും ദൈവത്തിൻ്റെ ടൈമും എപ്പോഴും രണ്ടായതുകൊണ്ട് നമ്മുടെ ടൈമിൽ പറഞ്ഞിരിക്കുന്ന ഏത് കാര്യം ദൈവത്തിൻ്റെ ടൈമിൽ ഏത് കാര്യമാണ്, ദൈവത്തിൻ്റെ ടൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ടൈമിൽ ഏത് കാര്യമാണ്. എക്സാമ്പിൾ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നോക്കണേ, ഇത് ദൈവത്തിന്റെ ടൈമിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതാണ്. ഈ ദൈവത്തിന്റെ ടൈമിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനോടനുബന്ധിച്ച് നടക്കേണ്ട ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കൂട്ടിയിട്ട് ഒന്ന് 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 രണ്ട് മൂന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന് ഇനി എത്ര സംഭവങ്ങളോട് ബാക്കിയുണ്ട് കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ ടൈമിൽ ദൈവം അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ എങ്ങനെ അറിയണം? അതിനു മുമ്പ് നടക്കേണ്ട കാര്യങ്ങളെ പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളും ശേഷം ഈ ഭൂമി നടക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ കൂട്ടി വായിക്കുമ്പം ഇന്ന സമയമാകുമ്പോഴത്തെ കർത്താവ് വരും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കാലങ്ങളെ സമയങ്ങളെ പറ്റി നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. ഇതിനെ പറ്റുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഒന്നാമത് വേദപുസ്തകമേ പ്രവചന പുസ്തകമാണ്. കാര്യം അതിൻ്റെ 25% of the entire Bible എന്ന് പറഞ്ഞാൽ ഫോർടെല്ലിങ്സ് ഓഫ് പ്രോഫസിയ. ഈ പ്രോഫസിയിൽ വലിയ ഭാഗം നിറവേറി കഴിഞ്ഞു. ഇനി കുറച്ചേ നിറവേറാനുള്ളൂ. അപ്പം ഈ പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യൻ ജീവിക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും. അതിനു മുമ്പ് കുടിക്കേണ്ട അത്രയും കള്ളു കുടിക്കുക,
തിന്ന് തീർക്കാവുന്നിടത്തോളം പൊറോട്ട ഇറച്ചി അല്ലെ കപ്പ ഇറച്ചി തിന്നുക, ഉം. ചാവുക. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കലണ്ടറിൽ ദൈവം എഴുതിയതും ഉം. അതിനോടനുബന്ധിച്ച് അത് ഈ ഭൂമിയിൽ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ഫുൾഫിൽഡ് ആകും എന്നത് നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതോ കർത്താവിൻ്റെ രഹസ്യവരം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കണം. പലപ്പോഴും പറ്റിയ കുഴപ്പം കാലങ്ങളും സമയങ്ങളും വിവേചിക്കാതെയാണ് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിറക്കുന്നത്. നമ്മൾ ഈ വ്യക്തികളെ എടുത്ത് വിമർശിക്കുന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല നമ്മുടേത്. പക്ഷെ ജനറൽ പബ്ലിക്കിനെ മിസ്ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇയാൾ മഹാമണ്ഡത്തരാ പറയുന്നത് എന്ന് പറയാനുള്ള ഒരു മോറൽ റൈറ്റ് നമുക്കുണ്ട്. ഇപ്പം ബാംഗ്ലൂരിലുള്ള വലിയൊരു ഉപദേശിയാണ് എം.എ. വർഗീസ് ഉപദേശി, ഡോക്ടർ എം.എ. വർഗീസ്. ഡോക്ടർ എം.എ. വർഗീസ് പറയുന്നത്, ദാ 3ാമത്തെ മുദ്ര പൊട്ടി, 4ാമത്തെ പൊട്ടാൻ പോകുന്നു, 5ാമത്തെ ഇപ്പൊ പൊട്ടും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്, ചെപ്പുക്കുറ്റിക്ക് 6ാമത്തെ മുദ്രയൊക്കെ പൊട്ടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഇതാ പൊട്ടി എന്നൊക്കെ 4ാമത്തെ മുദ്ര പൊട്ടി, 5ാമത്തെ മുദ്ര പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രഹസ്യവരവ് വന്ന് നമ്മെ സ്വർഗത്തിൽ ചേർത്ത ശേഷം നടക്കേണ്ട കാര്യങ്ങളാ അല്ലേ? വേദോസ്തത്തിൽ വായിച്ചു, 1ാം മുദ്ര പൊട്ടി, 2ാം മുദ്ര പൊട്ടി, 3. ഇത് എന്നാ നടക്കേണ്ടെന്നൊരു ബോധം നിനക്ക് വേണ്ടായോ? പിടികിട്ടോ? എന്താ നടക്കേണ്ടതെന്ന് ഒരു ബോധം വേണ്ടായോ? ഈ കഴിഞ്ഞ ദിവസം ഈ ബ്രദറൻ സഭയിൽ ഒരു വലിയ പ്രവചന വ്യാഖ്യാതാവുണ്ട്. ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തോമസ് ജോൺ എന്നാണ് തോന്നുന്നു, ഇവാഞ്ചലിസ്റ്റ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അബദ്ധത്തിൽ ഒരു ടോക്ക് കേട്ടു. അതെൻ്റെ നെറ്റിൽ വന്നതാണ്. എൻ്റെ ദൈവം തമ്പുരാനെ, ഈ പാവം മനുഷ്യൻ വിളിച്ചു പറഞ്ഞ എന്തൊക്കെയാ? ഇദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ സ്കോളറാണ്. ആയിക്കോട്ടെ, ബെയ്ത് ഫൈൻ, ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും മിണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയാ, മഹോദരം ആരംഭിച്ചു കഴിഞ്ഞു. മഹോദരം ആരംഭിച്ചു കഴിഞ്ഞു. എവിടെ ആരംഭിച്ചു കാര്യം പുള്ളി പറയുന്നത്? സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞല്ല മഹോപദ്രവം നടക്കത്തുള്ളൂ. പുള്ളിയുടെ വീട്ടിലെ കാര്യമായിരിക്കും പറയുന്നത് വിമർന്നുമായിട്ട്. അവിടെ മഹോപദ്രവം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളുടെ വീട്ടിൽ. സഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ ആരംഭിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഏത് കാലത്താ, ഏത് സമയത്താ സംഭവിക്കേണ്ടതെന്ന് ഈ പുള്ളിക്ക് യാതൊരു വെളിവും ഇല്ല. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ ദൈവമക്കളായ നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും കഴിവുള്ളവരായിരിക്കണം. അത് ദൈവം തരുന്ന മൾട്ടി ഫെസൈറ്റഡ് സ്കിൽ അല്ലെങ്കിൽ വിസ്ഡം, അല്ലെങ്കിൽ നമ്മുടെ സ്പെക്ട്രം വിസ്ഡത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ദൈവത്തിന് ഇപ്പോഴും നിനക്കത് പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയബോധം ഇല്ലെങ്കിൽ, സമയബോധം ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റുന്ന കുഴപ്പം എന്താ? ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ ലീവില്ലാതിരിക്കുമ്പോൾ ഓടി വന്ന് നാട്ടിൽ കല്യാണം കഴിക്കാൻ. ആ പാടം 10-15 ദിവസം ലീവേ ഉള്ളൂ. കല്യാണത്തിൻ്റെ അന്നാ വരുന്നത്. എയർപോർട്ടിൽ നേരെ കല്യാണം ഉണ്ടാക്കി പോവാം. പാസ്റ്റോട് പക്ഷെ പെട്ടെന്ന് എനിക്ക് സമയമില്ല, എല്ലാം കൊച്ചു ആക്കിയിട്ട് ഊണ് പോലും കഴിഞ്ഞില്ല. പെണ്ണും കെട്ടി പെണ്ണിനെ കൊണ്ട് നേരെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ഇങ്ങനെ സംഗതി ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് പിന്നെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി, പിന്നെ കുട്ടിയുണ്ടായി, ആ കുട്ടിയുടെ മാമോദീസയോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഫോട്ടോയും ഫിലിയും എല്ലാം എടുത്തുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ. ഡോക്ടർ പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. ഇപ്പൊ കുഴപ്പമെന്താ? കുഴപ്പമെന്ന് ഡോക്ടർ, എനിക്ക് 15 ദിവസം ലീവേ ഉള്ളൂ.
ഈ 15 ദിവസം എന്തോ വേണം? ആ, ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച് ഇവന് ഫോട്ടോയുമായിട്ട് പോണം. ഇവൻ എന്തെങ്കിലും കാലബോധമുള്ളവനാണ്. എന്തെങ്കിലും കാലബോധമുള്ളവനാണ്. ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ മിനിമം വേണം അതെ അവൾ പ്രഗ്നന്റ് ആകാൻ? എത്ര നാൾ മിനിമം വേണം കുട്ടി ഉണ്ടാകാൻ? അതെ. ഇതിനെപ്പറ്റി വല്ല ബോധമുണ്ടെങ്കിൽ ഇവന് 15 ദിവസം ലീവ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് പറയുമോ? അവനൊരു സമയബോധമില്ല. ഉം. വലിയ പ്രതീക്ഷകൾ, എക്സൈറ്റ്മെന്റ്. പുള്ളി ഭയങ്കര അതെ എക്സൈറ്റഡ്. ഇപ്പൊ തന്നെ ഭാര്യ പ്രഗ്നന്റ് ആകണം, നാളെ പ്രസവിക്കണം, മറ്റന്നാളെ മാമോദിസം നടത്തണം, മൂന്നിൻ്റെ അന്ന് പോകണം. എക്സൈറ്റഡ് ഓഫ് എക്സലന്റ്. പക്ഷെ പ്രോബ്ലം എന്താ? ഇവനൊരു ബോധവുമില്ല. ബോധമില്ല. ദൈവമക്കളുടെ ലാർജ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് സമയ സമയമില്ല. കാല ബോധം ഇല്ല. ബോധമില്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങൾ, അതെ. നടക്കുന്ന കാര്യങ്ങൾ, ഉം. രാജാക്കന്മാരെ കൊണ്ടുവരുന്നു, അവരെ ഇറക്കി വിടുന്നു. മാറ്റുന്നത്. ഉം. രാജ്യങ്ങളെ ഉയർത്തുന്നു, രാജ്യങ്ങളെ തകർത്ത് കളയുന്നു. നമുക്ക് നോക്കണേ, ഇപ്പം അമേരിക്കൻ ഐക്യനാടെന്ന ഒരു രാജ്യത്തെ ദൈവം ഉയർത്തിക്കൊണ്ടുവരിക. ഉം. ബ്രിട്ടൻ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ ആഗോള ശക്തിയെ ദൈവം തകർത്തുകൊണ്ടുവരിക. ഉം. ഓക്കെ. അപ്പോൾ ഒന്നിനെ തകർക്കാൻ, ഒന്നിനെ ഉയർത്താൻ ഉയർത്താൻ. രാജ്യങ്ങളുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ ഒരു ടൈം സ്കീം ഉണ്ട്. അതെ. ഈ ടൈം സ്കീം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉം. ഈ ടൈം സ്കീം ഒക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് നോക്കി വേണം ആ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താൻ. വിലയിരുത്താൻ. അത് നോക്കിയാൽ വിലയിരുത്തണ്ടേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇറാനെ പറ്റി പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ, ഓക്കെ. ഇറാനെ പറ്റി പറഞ്ഞ ഏത് പ്രവചനം എന്ന് നടക്കേണ്ടതാ? ഉം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവിന് മുമ്പ്, ഞാൻ രഹസ്യവരാന്ന് പറഞ്ഞു, ഇറാനിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉം. കർത്താവിന്റെ രഹസ്യവരവിന് ശേഷം മഹോദര കാലത്ത് ഇറാൻ ഫോക്കസ്ഡ് ആയിട്ട് നടത്തേണ്ട കാര്യങ്ങളുണ്ട്. കാര്യങ്ങളുണ്ട്. ഉം. എത്രയോ നൂറ്റാണ്ടുകളായി അപ്രസക്തമായി കിടന്ന രാജ്യങ്ങൾ, ഉം. പ്രസക്തമായി കിടന്ന രാജ്യങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പ്രസക്തിയിലേക്ക് വരുന്നു. ഉം. കർത്താവിന്റെ വരവായി. അതിനുമ്പ് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. സിറിയ ലോകസത്തയിലേക്ക് വരിക. സിറിയ ലോകസത്തയിലേക്ക് വരാൻ കർത്താവിന്റെ വരവുമായിട്ടൊരു ബന്ധമുണ്ട്. ചില രാജ്യങ്ങൾ തകർന്നു പോകുന്നു, ഇല്ലാതാകുന്നു, അതും കർത്താവിന്റെ വരവുമായിട്ട് ബന്ധമുണ്ട്. ഇത് മുഴുവനും ദൈവമക്കളായ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ന രാജ്യത്തിന്റെ തകർച്ചയുടെ സമയമാണ്. ഇത് ഇന്ന രാജ്യത്തിന് ഉയർച്ചയുടെ സമയമാണ്. ഇന്ന സാമ്രാജ്യം തകർന്നു വരും, ഇന്നത് ഉയർന്നു വരും, ലോകത്തിൽ ഇന്നത് സംഭവിക്കും. ഈ സമയങ്ങളെയും, അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്, സമയങ്ങളെയും കാലങ്ങളെയും പറ്റിയും നിങ്ങൾ അറിവില്ലാത്ത മന്ദബുദ്ധികളായിരിക്കരുത്. വളരെ നിർബന്ധമാക്കരുത്. ഗോഡ് ഈസ് സോ പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അപ്പം പൗലോസ് തെസ്സലോനിക്കയിൽ ഇരിക്കുമ്പം വിശുദ്ധന്മാർ ഇത് പഠിപ്പിച്ചതാ. പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ബിഹേവിയർ കണ്ടിച്ചാൽ ഇതെന്തുവാ, ഞാൻ പറഞ്ഞു കൊടുത്തതെന്താ, ഇവർ കാണിക്കുന്നത് എന്താ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. പൗലോസിന് അറിയാമായിരുന്നു. പൗലോസ് തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു. തനിക്ക് അറിയാമായിരുന്നു മാത്രമല്ല, താൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും നമുക്ക് എഴുതി വെച്ച് തരികയും ചെയ്തു. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം. ഇൻ എക്സഡസ് ഗോഡ് സേസ് children will be punished for sins of their fathers to the third and fourth generation. But in Jeremiah chapter 31, it is said children will no longer suffer for the sins of their fathers. The above two verses contradict each other. Certainly, God cannot say contradictory verses. മലയാളത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ പിതാക്കന്മാരുടെ പാപം മക്കളോട് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ കണക്കിടുന്നു എന്ന് കാണുന്നു. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ മക്കളോട് പിതാക്കന്മാരുടെ പാപം കണക്കിടുകയില്ല എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും ഒരു വൈരുദ്ധ്യമല്ലേ? ദൈവവചനത്തിൽ വൈരുദ്ധ്യത വരാൻ പാടില്ലല്ലോ. ഓ ശരി. എന്നാരാ പറഞ്ഞേക്കുന്നേ? നമ്മളാ തീരുമാനിക്കണ്ടേ? ഞാൻ അധ്യാപകനായിരുന്നല്ലോ. പിള്ളേർ ഒരൊറ്റ മിസ്റ്റേക്ക് ഇല്ലാതെ വേണം എസ് കൊണ്ടുവരാൻ.
ഒറ്റ മിസ്റ്റേക്ക് കാണാൻ ആ പാടില്ല. ഒറ്റ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ദൈവത്തൊരു കാര്യം പറഞ്ഞേക്കാം, ദൈവവചനമാണ്, ഒറ്റ കോൺട്രഡിക്ഷൻസും ഉണ്ടാക്കിക്കരുത്. ആര് പറയാ? നമ്മൾ. ആരോട്? ദൈവത്തോട്. ദൈവത്തോട്. മനസ്സിലായി? ദൈവമേ, വചനം എഴുതുകയാണെങ്കിൽ ആ, ഒരു വൈരുദ്ധ്യതയില്ലാതെ. കോൺട്രഡിക്ഷനും പാടില്ല. ഉം. ആരോട് പറയുന്നു? നമ്മള് ദൈവത്തോട് പറയുന്നു. ദൈവവചനത്തിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകണോ ഉണ്ടാകേണ്ടതെന്ന് ആരാ തീരുമാനിക്കുന്നത്? ദൈവമാണ്. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടല്ല ദൈവവചനം. വേദപുസ്തകം. അതെ. ഉം. നമ്മുടെ സൗകര്യത്തിനുമല്ല. ചില കോൺട്രഡിക്ഷൻ വന്ന, ബാബു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടാണ് വചനം എഴുതുന്നത്. അല്ല. അല്ല. ഇനി അത് ആദ്യം അങ്ങ് മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യരാ, ദൈവം തന്റെ വചനം എഴുതുന്നത് തൻ്റെ ഇഷ്ടത്തിനാ, അല്ല നമ്മുടെ ഇഷ്ടത്തിനല്ല. ഇനി കേൾക്കേണ്ട ശ്രദ്ധാത്ത കാര്യം, the word of God does contradict. ഉം. The word of God Does contradict. contradict. Does contradict. കോൺട്രഡിക്ഷൻ ഉള്ള ഒരുപാട് കാര്യങ്ങളും ദൈവവചനത്തിലുണ്ട്. ഉം. അതിന് കാരണം ഈ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാവിങ് ടു സൈഡ്സ് അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ഒരു മനുഷ്യൻ നടക്കുന്നതിൻ്റെ സാമ്യം. ഒരു കാലമുള്ള നടക്കുന്നത് കണ്ടുണ്ടോ? ഇല്ല. ഒരു കാലമുള്ള മനുഷ്യനെ കണ്ടുണ്ട്, നടക്കുന്നത് കണ്ടിട്ടില്ല. ഈ വടിയെ കുത്തി മൂവി അതെ. നടപ്പല്ലത്. അത് മൂവി. അപ്പം ഏത് കാര്യത്തിനും രണ്ട് വശം ഉണ്ടായിരിക്കണം. രണ്ട് വശം കൊണ്ട് പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. ഇത് രണ്ടും പാരലാണ്. അപ്പം ഒന്നിനോട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അവിടെയാണ് അതിൻ്റെ പെർഫെക്ഷൻ വരുന്നത്. ഉദാഹരണം കുറേ ഞാനിപ്പം അവനോട് പറയാൻ പോവാം. ഈ കർത്താവിൻ്റെ മടങ്ങി വരവിന് ഞാൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് രഹസ്യമാണ്. ഇതാവൻ മേഘാരൂഢനായി വരുന്നു, സകല കണ്ണുകളും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും എന്നാന്ന് പറഞ്ഞതിൻ്റെ കോൺട്രഡിക്റ്റ് അല്ലേ രണ്ടാമത്. പക്ഷെ ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ്. ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ്. God himself has two parallels. God himself has two parallels. അവിടെ ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ ഖണ്ഡിതവും, God's mercy and God's severity. ഒരു ഭാഗത്ത് നമ്മൾ കാണിക്കുന്ന ദൈവം സ്നേഹവാനായ ദൈവം. God is love. ദൈവം സ്നേഹം തന്നെ. യോഹന്നാൻ അപ്പോസ്തലൻ, സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ വസിക്കുന്നില്ല, സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം സ്നേഹമാണ്. ഇതേ വേദപുസ്തകം അപ്പുറത്ത് പറയുക, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലേ. കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ആണല്ലോ. പക്ഷെ സ്നേഹം എന്നുള്ളത് ഒരു ഭാഗമാണ്. അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ ദഹിപ്പിക്കുന്ന അഗ്നിയും വരണം. ദൈവത്തിന്റെ സൃഷ്ടികളിലും ഈ കോൺട്രഡിക്ഷനാ. നമുക്ക് പകലുമുണ്ട്, രാത്രിയുമുണ്ട്. ഒന്നൊന്നിനോട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണ് നമുക്കൊരു പൂർണ്ണ ദിവസമുള്ളത്. നമുക്ക് കിഴക്കും പടിഞ്ഞാറും ഉണ്ട്. നമുക്കൊരു ഉദയവും ഉണ്ട്, അസ്തമയനവും ഉണ്ട്. കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ.
പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നത്. നടക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെല്ലാം ഈ കോൺട്രഡിക്ടറി ആയിട്ട് വെച്ചാണ് ദൈവം ഒരു പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അപ്പൊ അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം. അതെ. രണ്ട് സൈഡ്സ് എന്നുള്ള മനസ്സിലാക്കണം. ഉം. രണ്ട് സൈഡ്സ് മനസ്സിലാക്കാത്ത കുഴപ്പമാണ് ഒരുപാട് സഭകളും ഭൂമിയിലുണ്ടാകുന്നത്. ഉം. ഉം. അവരോട് നിങ്ങൾ ഒരു വാക്യം കൊണ്ട് അത് പിടിച്ചു, ഉം. അത് പിടിച്ചുകൊണ്ട് കാച്ചുക. Yes. അവരെന്തോ കണ്ടില്ല, അതിന് കോൺട്രഡിക്റ്റിയ വേറൊരു വാക്യം കൂടെ ഉണ്ട്. എൻ്റെ പ്രത്യേകത ഒന്ന്, ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്കൊരു മൂവിങ് ഉണ്ട്. ഉം. അതുപോലെ ഒരു റിവേഴ്സലുമുണ്ട്. ഞാനിപ്പോൾ കേട്ടോണേ പറയുമ്പോൾ, ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ ഖണ്ഡിതവും. കണ്ടിത്. ദൈവം നിന്നോട് ദയ കാണിച്ചു നിന്നെ ദൈവവൈതലാക്കി. നീ ദയയിൽ നിലനിന്നില്ല. ഉം. അപ്പം യു ആർ മൂവിങ് ഫാർ ഫ്രം ദാറ്റ് അതർ എക്സ്റ്റെന്റ്. രണ്ട് എക്സ്ട്രീംസ് അല്ലയോ? ഉം. എക്സ്ട്രീമിൽ നിന്ന് ദൈവ പൈതൽ എന്ന എക്സ്ട്രീമിൽ നിന്ന് നീ മൂവ് ചെയ്ത് മാറി 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 എവിടെ എത്തി? കോപമാണ്. ദൈവത്തിന്റെ ഖണ്ഡിതത്തിന്റെ അവിടെ എത്തി. ഇതുപോലെ ദൈവം തന്റെ ക്രോധപാത്രങ്ങളാക്കി മാറ്റിവെച്ചിരിക്കുന്ന ചിലർക്ക് ഉം. പാവബോധം ദൈവത്തോട് വിളിച്ചപ്പോഴേക്കും, ദൈവമേ ഞാൻ പാവിയാണ്, അറിയില്ല ചെയ്തു പോയതാ, ക്ഷമിക്കണമെന്ന് പറയുമ്പം ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ ട്രാൻസ്ഫർ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അതെ, അതെ. അല്ലേ? ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഈ എക്സഡസിലെയും പിന്നെ ജെറമ്യ കാണാൻ. എക്സഡസിൽ അപ്പന്മാർ പാപം ചെയ്താൽ അവന്റെ തലമുറയെ മൂന്നാമത്തെ വിടത്തില്ല, ശിക്ഷിച്ച് മാത്രമേ വിടത്തുള്ളൂ, ശിക്ഷ മടക്കത്തില്ല. അതിന് അപ്പം ചെയ്ത് പാപമോ? അല്ലേ? അത് ദൈവത്തിൻ്റെ ഒരു ഭാവം, ഒരു ഭാവം ദൈവത്തിൻ്റെ ഖണ്ഡിതമാണ്. തിരിച്ച് യിരെമ്യാവിലേക്ക് വരുമ്പോഴത്തേക്ക് നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു. God himself decided to change his attitude. ഇനി അപ്പന്മാരും പച്ചമുന്തിരങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പൊളിക്കത്തില്ല എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിലേക്ക് ഞാൻ വരാൻ പോവാം. ഈ പാപം ചെയ്ത അപ്പന്മാരെ ദൈവം ബാബിലോണിലേക്ക് അടിമകളാക്കി കൊണ്ടുപോകാൻ പോവാം. അന്നേരമാണ് ഈ പ്രവചനം പറയുന്നത്. അപ്പം അപ്പന്മാര് പച്ചമുന്തിരിങ്ങ പൊളിച്ച് കഴിക്കുന്നു. ആ സംഭവം എന്താണെന്നറിയാമോ? അപ്പന്മാര് പാപം ചെയ്യുന്നു, ഇതിൻ്റെ പാപം ചെയ്യുന്നു. ഇനി എന്റെ ശിക്ഷ വരാൻ പോവാ. ഈ ശിക്ഷ അപ്പന്മാർ തന്നെ അനുഭവിക്കും. മക്കളെ ബാബിലോണിൽ ഇടത്തില്ല, തിരിച്ചു കൊണ്ടുവരും. അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. എന്റെ അപ്പൻ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബാബിലോണിലെത്തി. എന്തോ ചെയ്യാം? ഇവിടെ തന്നെ കഴിഞ്ഞു നോക്കത്തുള്ളൂ. നോ 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 നോ, നിന്റെ അപ്പൻ ചെയ്ത തെറ്റാ, നീ ബാബിലോണിലാകാൻ കാരണം. പക്ഷെ നിന്നെ ബാബിലോണിൽ ഇടത്തില്ല, നീ ബാബിലോണിൽ അടിമയായി ജീവിക്കത്തില്ല. എന്നാ ഞാൻ പറയാൻ പോകണം. ബാബിലോണിന്റെ പ്രവാസം അങ്ങ് തീർന്നു. ബാബിലോണിൽ ജനിച്ച മക്കൾ ആരും പ്രവാസികളല്ല, അവർ സ്വതന്ത്രരാണ്. വേണേ തിരിച്ചു പോവാം, അല്ല അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിൽക്കാം. നിന്റെ അപ്പൻ ചെയ്തുകൊണ്ടാണ് നീ അനുഭവിക്കേണ്ടി വരുന്നത്. നിനക്ക് ഒരിക്കലും പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നോട് കരുണ കാണിക്കും. അതാണ് പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ. Okay. So that was a very clear answer, sir. Thank you very much. ക്ലിയർ ആയിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അതെ. അടുത്ത ചോദ്യം,
വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു എന്ന് വായിക്കുന്നു. ഹു ആർ ദ സിനഗോഗ് ഓഫ് സേറ്റൻ ഹു സേ ദേ ആർ ജൂസ് ബട്ട് ആർ നോട്ട്, മെൻഷൻഡ് ഇൻ റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 9. നമ്മൾ അതിന് ധാരാളം ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇന്റർപ്രിട്ടേഷൻസ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പാടില്ലാത്ത, എന്നാൽ ചിലത് ഇന്റർപ്രിറ്റ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇന്റർപ്രിറ്റ് ചെയ്യാത്ത പറയുമ്പം 7 സഭകൾക്ക് ദൂതെഴുതുക. ഇതേത് സഭയുടെ ദൂത? സ്മുർണയല്ലേ? സ്മുർണ സഭയ്ക്ക് ദൂതെഴുതുക. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ യഹൂദന്മാരല്ല, എന്നാൽ യഹൂദന്മാരാന്ന് പറഞ്ഞ് ചില കക്ഷികൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുക. ഇത് സംഭവിക്കുന്നത് യാക്കോബ് അപ്പോസ്തലൻ വലിയൊരു ഹെബ്രായിക്ക് ഭ്രാന്തനായിരുന്നു പറയാം. അങ്ങനെ പറഞ്ഞ് തെറ്റാണ്. ഹീബ്രു ബാക്ക്ഗ്രൗണ്ട് തന്നെ സഭയെ നിൽക്കണമെന്ന് പറഞ്ഞ ഒരാളാണ്. ഷ്രൂഡായിരുന്നു ആ കാര്യത്തിൽ. ഇറ്റ് വാസ് വെരി ഷ്രൂഡ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഷ്രൂഡ്നെസ് അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്ന ഒരവസരം ഉണ്ടായി. അദ്ദേഹം വിശ്വസിച്ചത് ഒരാൾ ദൈവത്തിലാണെങ്കിൽ ആദ്യം അവൻ യഹൂദ മതത്തിൽ ചേർന്ന് പരിച്ഛേദനയും ന്യായപ്രമാണവും അനുസരിക്കണം. അനുസരിച്ചിട്ട് പിന്നെ യേശുവിനെ സ്വീകരിക്കണം. അങ്ങനെ ക്രിസ്ത്യാനിയാകണം. ഇദ്ദേഹമാണ് യെരുശലേം സഭയുടെ പാസ്റ്റർ. എന്തോ ചെയ്യും, ജാതികളെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്നാമത് യെരുശലേമിൽ ജാതികൾ അധികം ഇല്ലല്ലോ. 1-2 പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൗലോസ് ജാതികളെല്ലാം പിടിച്ച് നാണപ്പെടുത്തി. ഒരെണ്ണത്തിനെയും പരിചയം നടത്തിയില്ല. ന്യായപ്രമാണത്തിന് വേർഡ് മിണ്ടിയില്ല. മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് 1-ാം ജെറുസലേം കൗൺസിലിൽ യാക്കോബിനെ കൺവിൻസ് ചെയ്തു. നമുക്ക് ന്യായപ്രമാണവും പരിച്ഛേദനയും അല്ല, പരിച്ഛേദന അഗ്രചർമ്മം എന്നുള്ളതല്ല, പുതിയ സൃഷ്ടിയാണ് ആവശ്യം എന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് മാത്രമല്ല, ലേഖനം എഴുതി ഉറപ്പിച്ചു. ദൈവക്കൾക്ക് പരിച്ഛേദന ഏൽക്കണ്ട, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അനുസരിക്കണ്ട. മനസ്സിലായി? നിങ്ങൾ രക്തം ഭക്ഷിക്കരുത്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, പിന്നെ മാരിറ്റൽ മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ഒന്നും വേണ്ടെന്ന് അവിടെ വെച്ച് എഴുതി യാക്കോബിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. പുള്ളിയുടെ പ്രസിഡന്റ് ഇത്ര നാളും പറഞ്ഞ കാര്യത്തിന്റെ എതിരായിട്ട് പുള്ളിയെ പഠിപ്പിച്ച് എഴുതി അവിടെ വെച്ച് ഒപ്പിടിച്ച് സഭകൾക്കെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ ചില ആളുകൾ യാക്കോബ് പണ്ട് പഠിപ്പിച്ചത് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക. ഇവരവിടുന്ന് പൗലോസിന്റെ സഭകളുടെ എല്ലാം പുറകെ പോയി. എന്നിട്ട് പൗലോസ് കള്ള അപ്പോസ്തലനാണ്, ഇവൻ പറയുന്നത് ശരിയല്ല, ഞങ്ങൾ യാക്കോബിന്റെ അടുത്ത് വന്നവരാണ്. അപ്പൊ യാക്കോബിന്റെ പ്രസിഡന്റ് യാക്കോബിന്റെ അടുത്ത് ഞങ്ങൾ പറയുന്നത് ശരിയെന്ന് പറഞ്ഞു. ഇവരെ സാത്താന്റെ സിനഗോഗിൽ നിന്ന് വന്നവരാണെന്ന്, സാത്താന്റെ പള്ളിക്കാരാണെന്ന്. ഇവരാരാണ്? ഇവര് സാത്താന്റെ പള്ളിക്കാരാണ്. അത് ലിറ്ററൽ മീനിങ്ങിൽ എടുക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത വേറെ യാതൊരു വളഞ്ഞു കേട്ട മീനിങ് അതിനകത്തില്ല. പറഞ്ഞ തെറ്റാണ്. അടുത്ത ചോദ്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഈ വാക്യങ്ങളെ
പൊരുൾ തിരിച്ച് അർത്ഥം പറയാം. എന്റെ കർത്താവേ, കൊള്ളാം കൊള്ളാം. ആരാണ് ഇത്? നമ്മുടെ പഴയ ഭാഷയുണ്ടല്ലോ, നല്ലൊരു കട്ടൻ കാപ്പിയും പരിപ്പൊടിയും മേടിച്ചു കൊടുക്കാമെന്ന്. അതെ അതെ അതെ. ഉം. ഈ ചോദിച്ച ആളിനൊക്കെ നേരി കാണുമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം കേട്ടോ. ആ. അവരെന്നെ ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. അറ്റ്ലീസ്റ്റ് ടെലിഫോണെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. യെസ്. നമ്മൾക്ക് ഒത്തിരി പുറകിൽ പോയി. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറകിൽ പോയാൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ഉത്തരമാണിത് ഓക്കെ. കേട്ടോ. ഇപ്പം റോം എപ്പോഴും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണെങ്കിലും ഈ നീറോ അതിൻ്റെ ആശാന. ഉം. നീറോയുടെ കാലത്ത് ഉം. നീറോ ഈ യഹൂദന്മാരുമായിട്ട് ചേർന്ന് റോമിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നു. ഉം. ഒരു നല്ല എക്സ്പെർട്ട് ബിസിനസ്മാനാണ്. ഉം. അപ്പോൾ റോമിൻ്റെ വരുമാനം മുഴുവൻ ഇവരുടെ ബിസിനസ് സ്കില്ലും ഉണ്ടായിരുന്നു. ഉം. ഇവരെ ഇയാൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ക്രിസ്ത്യാനികളെ പെർസിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ കുറവാണ്. ഉം. ജാതികളായ ക്രിസ്ത്യാനി അവർ നല്ലോണം പെർസിക്യൂട്ട് ചെയ്തു. ഉം. ഇയാൾ മരിച്ചു. ഉം. ഈ നീറോ. നീറോ മരിച്ചപ്പം ക്ലോഡിയസ് ഒരു അടുത്ത രാജാവായിട്ട്. ഉം. ക്ലോഡിയസ് വന്നപ്പം സമാധാനമാണല്ലോ റോമിൻ്റെ പ്രത്യേകത. അതെ. ഉം. റോമിനൊരു സമാധാനമില്ല. ഉം. കാരണം യഹൂദന്മാരായ ക്രിസ്ത്യാനികളും ഉം. യഹൂദന്മാരല്ലാത്ത ക്രിസ്ത്യാനികളും തമ്മിൽ തർക്കമാണ്. ഉം. തർക്കം ഒരു മര്യാദയില്ലാത്ത തർക്കമാണ്. ഉം. ഇവർ തമ്മിൽ കയ്യാങ്കളിയല്ലാത്ത സകലതുണ്ട്. ഉം. ഒന്ന് ക്ലൗദിയോസ് ഒരൊറ്റ ഓർഡർ അങ്ങിട്ടു. ഉം. ഓർഡർ സകല യഹൂദന്മാരും റോമ പട്ടണം വിട്ടു പോക്കോണം. ഉം. ഒറ്റ യഹൂദന്മാർ റോമ പട്ടണത്തിൽ ഇരിക്കാൻ പാടില്ല. അപ്പൊ എന്ത് പറ്റി? യഹൂദന്മാർ മുഴുവൻ റോമ പട്ടണം വിട്ടുപോയി. ഉം. യഹൂദന്മാരല്ലാത്ത ക്രിസ്ത്യാനികള് റോമിൽ താമസിച്ചു. ഉം. പണ്ട് യഹൂദന്മാരാണ് ഇവിടുത്തെ പാസ്റ്ററും അസിസ്റ്റന്റ് പാസ്റ്ററും ഡീക്കനും ട്രഷററും ഖജാൻജി എല്ലാം. ജാതീയ ക്രിസ്ത്യാനികൾക്ക് അടുപ്പിക്കത്തില്ല. അടുപ്പിക്കത്തില്ല. ഇപ്പം അവന്മാരങ്ങ് പോയി. യഹൂദന്മാര് അപ്പനെ പോലീസ് പിടിച്ചുകൊണ്ട് എനിക്കിന്ന് കട്ടലേ കിടക്കാമെന്ന് ഞങ്ങളുടെ നാട്ടിൽ ചെറുക്കാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഒരു കട്ടലേ ഉള്ളൂ, അതിൽ അപ്പനെ നീണ്ടു നിവർന്ന് കിടക്കും. ഇവനും തള്ളയും കൂടെ തറയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവന്റെ വാർത്ത കഴിഞ്ഞ് അപ്പനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. സന്തോഷം, എനിക്കിന്ന് കട്ടലേ കിടക്കാമെന്ന് എന്ന് പറഞ്ഞ പോലെ യഹൂദന്മാരങ്ങ് പോയല്ലോ. ക്രിസ്ത്യാനികൾ പല രാജ്യങ്ങളിലും ജാതികളായവരാണ്. അവരപ്പോഴത്തേക്ക് പുള്ളി സെൻട്രൽ പാസ്റ്റ് ഉണ്ടായി, മൂപ്പനുണ്ടായി, മറ്റൊന്നുണ്ടായി. വലിയ സന്തോഷം പറഞ്ഞു. ക്ലൗഡിയസ് നോക്കിയപ്പം ഈ ഇക്കോണമി തകരുക. ഇക്കോണമി തകരാൻ കാര്യം എന്താ? യഹൂദന്മാരില്ല. യഹൂദന്മാരിലെ ഇക്കോണമി തകർന്നു പോകും. യഹൂദന്മാരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ യഹൂദന്മാർ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അവർ ക്രിസ്ത്യാനികളായോട് സഭയ്ക്കകത്തും വന്നു, അല്ലാത്തവരും. അപ്പൊ ഇവര്
ഇപ്പം ഞാനില്ലയോ സെൻട്രൽ പാസ്റ്റർ, യഹൂദന്മാരെ ആ, കയറ്റത്തില്ല. അതെ അതെ. അവിടെ വെച്ച് തിയോളജി മാറുകയാണ്. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉം. തീരത്തില്ല, ഈ ആൻസർ വരത്തില്ല. ആ, അപ്പം പ്രോബ്ലമായപ്പം ഈ രാജകൽപ്പന ഇവർക്ക് വിരോധമായി ഉണ്ടായി. ഉം, ക്രിസ്ത്യാനികളാണ് ബഹളക്കാർ. ഉം. ക്രിസ്ത്യാനികളാണ് ഈ ബഹളം വെള്ളക്കാരൻ. ഉണ്ടാക്കുന്നത് എന്ന് യഹൂദന്മാരെ ഈ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഉം. ഞങ്ങളിവിടെ ബിസിനസ് നടക്കി ഇവിടെ മുഴുവൻ പിടിക്കാൻ വന്നപ്പോൾ ഇവന്മാരാണ് സമ്മതിക്കാത്തത്. പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഉം. അപ്പോൾ ക്ലോഡിയസ് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ മതം പരമായി ജീവിക്കാൻ അനുവാദമില്ല. ഓക്കെ. ആ, ആ. റിലീജിയൻ ഈസ് ബാൻഡ്. ഉം. മിണ്ടിപ്പോകരുത്. ഉം. ക്രിസ്തോസ് എന്ന പേരൂടെ അവർ ഓ. ക്രിസ്തോസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഉം. ആ പേരൂടെ മിണ്ടിപ്പോകരുത്. പേര് മിണ്ടിയ കൊന്നുകളെ. ഉം. യഹൂദന്മാരെ ക്രിസ്ത്യാനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ദൈവം ഉള്ളതില്ലയോ? ഉം. ഉള്ളതല്ലേ? യഹൂദ മതത്തിന് ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ. ഉം. നിങ്ങൾ യഹൂദന്മാരായി ഉം. പൊക്കോ, ഒരു കുഴപ്പമില്ല. അല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ 1 നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്യും. ഉം. നമ്പർ 2 നിങ്ങളുടെ പ്രോപ്പർട്ടീസ് കോൺഫിസ്കേറ്റ് ചെയ്യും. ആ, നമ്പർ 3 നിങ്ങളുടെ വാസസ്ഥലങ്ങൾ അടിച്ചു തകർക്കും. തകർത്തല്ലേ. ഉം. നമ്പർ 4 നിങ്ങളെ ആർക്കും കയ്യേറ്റം ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. അനുവാദം. ആ. ഉം. നിങ്ങൾ തിരിച്ചങ്ങ് പൊക്കോ. ഉം. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പഴയ മതത്തിൽ പോകും. നിങ്ങളതിന് ഇതിനകത്ത് നിൽക്കുന്നത് ഈ ഉപദ്രവകാരികളുടെ കൂട്ടത്തിൽ. അതെ അതെ. ഉം. ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായി. ഉം. ഇവരുടെ ഒത്തിരി പേര് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഉം. തിരിച്ചു പോകാൻ തീരുമാനിക്കുമ്പോൾ പണ്ടിവർ സിനഗോഗ് വിട്ടല്ലേ ക്രിസ്ത്യാനിയായത്. അതെ അതെ അപ്പോൾ സിനഗോഗ് മൂപ്പന്മാർക്ക് ദേഷ്യമാണല്ലോ. അതെ. ഉം. മൂപ്പന്മാർ പറഞ്ഞു, ഇങ്ങ് വാ, ഉം. തിരിച്ച് മെമ്പർഷിപ്പ്. പക്ഷേ സിനഗോഗിന്റെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങൾ വിളിച്ചു പറയണം, യേശു ക്രിസ്തു ദൈവമല്ല, ഞങ്ങൾ അദ്ദേഹത്തെ കൈക്കൊണ്ട് തെറ്റായിപ്പോയി, ഞങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു. പബ്ലിക്കായിട്ട് പറയണം. പബ്ലിക്കായിട്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലേ ഉം. നിങ്ങൾക്ക് ഇനിയും യഹൂദ ഇവിടെ മതത്തിൽ വരാൻ പറ്റത്തുള്ളൂ. ഉം. അപ്പം ക്രിസ്ത്യാനികളെ യഹൂദന്മാർ ലാർജ്ലി കൺഫ്യൂസ്ഡായി. ഉം. എന്താ ചെയ്യുക? ഒരു കച്ചവടവും അതെ. ഒരു ബിസിനസ്സും കുറച്ച് കാര്യങ്ങളും ഇച്ചിരി തോട്ടവും 2-3 കടമുറി വാടകയ്ക്ക് കൊടുക്കുന്നതും ഉം. പിന്നെ വീട്ടിലൊരു ബിസിനസ്സും ഒക്കെ ആയിട്ട് പോവുക. ഉം. തിരിച്ച് സിനഗോഗിൽ ചെന്നില്ലെങ്കിൽ ഇത് മുഴുവൻ നഷ്ടപ്പെടും. നഷ്ടപ്പെടും. ഉം. പിള്ളേർക്ക് വിദ്യാഭ്യാസമില്ല, അതെ. ഉം. പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പോകാമെന്ന് കുറച്ചു പേരെ അങ്ങ് തീരുമാനിച്ചു. ഉം. പക്ഷെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന യേശു ക്രിസ്തുവിനെ യേശുവിനെ. അതെ. പരസ്യമായി തള്ളിപ്പറയണം. പള്ളി പറയും. ക്രിസ്തുവിനെ പരസ്യമായി തള്ളിപ്പറയുമെന്ന് പറഞ്ഞാൽ ഉം. അതിൻ്റെ അർത്ഥം കേട്ടോണം, ഈ ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാ, ഉം. അല്ലേ? അതെ. വരുവാനുള്ള ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ ശക്തിയും ഒരുപാട് ലോകത്തിന്റെ ശക്തിയും അനുഭവിച്ച അവര് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തങ്ങളെ വിശുദ്ധീകരിച്ച വിശുദ്ധ രക്തത്തെ മലിനമെന്ന് ചിന്തിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ മരണമല്ലാതെ നരകമല്ലാതെ യാതൊരു പരിഹാരമില്ല. ഈ രണ്ടിനുമിടയിൽ യഹൂദന്മാരെ ക്രിസ്ത്യാനികളിൽ നിന്ന് ഞരങ്ങുക. ഇവരോട് എന്താ പറയുക?
ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? ഉം. വാട്ട് ഇംപച്ചസ് ക്യാൻ ബി ഗിവൺ ടു ദം? ഉം. വാട്ട് ഇംപച്ചസ് ക്യാൻ ബി ഗിവൺ ടു ദം? ഇവർ ഒരുപാട് കഷ്ടം സഹിച്ചവരാണ്. ഓൾറെഡി തടവിലാക്കപ്പോഴപ്പോൾ വിശുദ്ധന്മാരെ അവിടെ പോയി കണ്ടവരാണ്. ഉം. ഇനിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാണ്. പൗലോസ് അതെ. പറയാം, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച കാണിച്ച സ്നേഹം ദൈവം മറന്നു കളയത്തില്ല. അതെ. തടവുകാരോട് നിങ്ങൾ കരുണ കാണിച്ചൊന്നും മാത്രമല്ല, ഉം. അല്ലേ, ഇങ്ങനെ അതെ. നിങ്ങൾ ചെയ്തെല്ലാം പറഞ്ഞു. തന്നെ. ഉം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവരെ എങ്ങനെ നിലനിർത്താം? ഉം. അപ്പോസ്തലന്മാർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഉം. ഈ വിവരം പൗലോസ് അറിയുന്നത് കാരാഗൃഹത്തിൽ കിടന്ന, ഓക്കെ. റോമിലെ കാരാഗൃഹത്തിലല്ല. ഉം. റോമിലെ കാരാഗൃഹത്തിൽ പോകുന്നതിന് മുമ്പ് കൈസറിയ ജയിലിൽ കിടക്കുക. ഉം. കൈസറിയ ജയിലിൽ ഈ റോമിലുള്ള ചിലര് തടവുകാരായിട്ട് വന്നു. ഉം. അവരാണ് പൗലോസിന്റെ വിവരം പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. ഉം. ഇവരെ നിലനിർത്തുന്നതിന് വേണ്ടി പൗലോസ് എഴുതുന്ന ദ ടഫസ്റ്റ് എവർ ലെറ്റർ പൗലോസ് എഴുതിയതാണ് ഏത്? എബ്രായരെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഐ മേ ബി ദ ഓൺലി വൺ പേഴ്സൺ, ദി ഓൺലി വൺ പാസ്റ്റർ ഹു സ്പീക്സ് ഇറ്റ്. ഉം. ഈ കാര്യം പഠിപ്പിക്കുന്ന ഒരേ ഒരു പാസ്റ്റർ ഞാനാണെന്ന് എൻ്റെ വിശ്വാസം. ഉം. അങ്ങനെ വിശ്വസിക്കാൻ കാര്യം ആരും പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും. പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് എൻ്റെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നുണ്ട്. സം ഓഫ് മൈ കേംബ്രിഡ്ജ് സ്കോളേഴ്സ്. എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. ഇല്ലായിരുന്നുകൊണ്ട് ഞാനും അറിയത്തില്ല, ഒരിക്കലും അറിയത്തില്ല. പക്ഷെ ആ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലേക്ക് പോകാൻ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട പാസ്റ്റർമാർക്ക് അവസരം ലഭിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് അറിയത്തില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവമക്കളെ പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് പോളിസി വെച്ചിരിക്കുന്നത്. വന്ന് ജോയിൻ ചെയ്ത് പെട്ടെന്ന് 10 കൂട്ടം കാര്യങ്ങൾ പഠിക്കും, മണ്ടത്തരം പറഞ്ഞ് നടക്കാതെ കൊരുതി എബ്രാഹിം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പം ഈ വിശ്വാസികൾക്ക് ഞങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനി ആയി നിലനിൽക്കും, യഹൂദനായി തിരിച്ചുപോയ ഞങ്ങളുടെ അവസ്ഥ എന്തുവാ, കർത്താവിനെ പരസ്യമായി തള്ളി പറഞ്ഞാൽ പിന്നെ എന്തുവാ, പിന്നെ നിത്യനരകമല്ല മുന്നിലുള്ളൂ. അപ്പം ആ ദൈവമക്കളെ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, റീജുവിനേറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ദൈവേഷ്ടം ചെയ്ത വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാൻ നമുക്ക് ആവശ്യം അല്ലേ? അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ എബ്രായ ലേഖനം. അവിടെ കറക്റ്റ് പിൻ പോയിന്റിലേക്ക് വരികയാണ്. ദൈവത്തിനെ ചവിട്ടിക്കളയുക, വിശുദ്ധ രക്തത്തെ മലിനമെന്ന് കാണുക, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എത്ര വലിയ ഈ അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ, നിങ്ങളെ അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുന്നിരിക്കട്ടെ, അത് കഴിഞ്ഞ് പോകേണ്ട കഷ്ടമായി പോയി ഞങ്ങൾ തിരിച്ചങ്ങ് പോന്നു കഴിഞ്ഞാൽ നിങ്ങളെ മാനസാന്തരത്തേക്ക് വരുത്താൻ ദൈവത്തിന് കഴിയുന്നില്ല. അവിടെ പോയി നോക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന്. പിന്നെ നമുക്ക് ഈ സംഗതിയൊക്കെ മാറിക്കഴിയുമ്പോൾ, അടുത്ത നിയമം മാറിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചു വരാം. എന്നുകൊണ്ട് നിങ്ങൾ പോയാൽ നിങ്ങളെ കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അബ്സല്യൂട്ട് ടെറിഫിക്. ഇതാണ് ഈ വാക്കിനുള്ള അർത്ഥം, ഇതാണ് ഇതിന്റെ വിശദീകരണം. ഞാൻ പറഞ്ഞ ഇത്രയും പറയാനുള്ള ഒരു ദീർഘമായ മറുപടി മുന്നേ കിടക്കുന്ന ഒരു ചോദ്യമാണ്. അറിഞ്ഞുകൊണ്ടാണോ അറിയാതാണോ ഇയാൾ ചോദിച്ചത്? കാണേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് വാസ് എ വെരി ക്ലിയർ എക്സ്പ്ലനേഷൻ സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗെയിൻ.